ക്യാൻസർ ചികിത്സാ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായി ഇന്ത്യയുടെ വൻ കുതിച്ചുചാട്ടം. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ആധുനിക ചികിത്സകൾക്ക് പകരം നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന പപ്പായ ഇലയിൽ നിന്ന് ക്യാൻസറിനെതിരെയുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു മറുമരുന്ന് അല്ലെങ്കിൽ ഒരു ആശ്വാസം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രലോകം. കോർപ്പറേറ്റ് ആരോഗ്യ മേഖലയുടെ ചൂഷണങ്ങൾക്കിടയിൽ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന ചികിത്സയുമായിട്ടാണ് ഇന്ത്യ ആഗോള ശ്രദ്ധ നേടുന്നത്. ക്യാൻസർ രോഗികളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളാണ്. ഇതിൽ ഏറ്റവും ഗുരുതരമായത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം അപകടകരമാം വിധം കുറയുന്ന ത്രോംബോസൈറ്റോപീനിയ എന്ന അവസ്ഥയാണ്. പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ആന്തരിക രക്തസ്രാവത്തിന് സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ ഡോക്ടർമാർക്ക് പലപ്പോഴും കീമോതെറാപ്പി നിർത്തിവെക്കുകയോ ഡോസ് കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. ഇത് ചികിത്സയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് മുംബൈയിലെ പ്രമുഖ ക്യാൻസർ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ടാറ്റ മെമ്മോറിയൽ സെന്റർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കീമോതെറാപ്പി ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് പപ്പായ ഇലയുടെ സത്ത് നൽകിയപ്പോൾ വെറും 4 ദിവസത്തിനുള്ളിൽ, അതായത് സാധാരണയേക്കാൾ 30% വേഗത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഗവേഷകർ ശാസ്ത്രീയമായി തെളിയിച്ചു. ഡെങ്കിപ്പനി വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടാൻ പപ്പായ ഇല ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടുവൈദ്യത്തിൽ പതിവാണെങ്കിലും ക്യാൻസർ ചികിത്സയിൽ ഇതിന്റെ ഫലപ്രാപ്തി ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത് ലോകത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ്. പപ്പായ ഇലയിൽ അടങ്ങിയിരിക്കുന്ന കാർപ്പൈൻ, ക്വെർസെറ്റിൻ തുടങ്ങിയ ഘടകങ്ങളാണ് പ്ലേറ്റ്ലെറ്റ് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. ഡമ്മി മരുന്ന് നൽകിയ 43% രോഗികളിലും കീമോ ഡോസ് കുറയ്ക്കേണ്ടി വന്നപ്പോൾ പപ്പായ ഇലച്ചാറ് നൽകിയവരിൽ ഇത് വെറും 25% കുറഞ്ഞു. ടാറ്റ മെമ്മോറിയൽ സെന്റർ നടത്തിയ ഈ ലോകത്തിലെ ആദ്യത്തെ ഫേസ് 3 റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ഔദ്യോഗിക ജേണലിലും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഒരു പുതിയ മരുന്ന് ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിന് മുൻപ് നടത്തുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള അവസാനഘട്ട പരീക്ഷണമാണ് ഫേസ് 3 റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ. രോഗികളെ കമ്പ്യൂട്ടർ വഴി 2 ഗ്രൂപ്പുകളായി തിരിച്ച് ഒരു കൂട്ടർക്ക് യഥാർത്ഥ മരുന്നും മറ്റവർക്ക് ഡമ്മി മരുന്നും നൽകി യാതൊരു പക്ഷപാതവുമില്ലാതെ ഫലം വിലയിരുത്തുന്ന ഒരു ശാസ്ത്രീയ രീതിയാണത്. ഈ ഏറ്റവും വലിയ ശാസ്ത്രീയ കടമ്പയാണ് പപ്പായ ഇലച്ചാറിലൂടെ ഇന്ത്യൻ ഗവേഷകർ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ഇതൊരു ചെറിയ ആശ്വാസമല്ല നൽകുന്നത്. പ്ലേറ്റ്ലെറ്റ് വർദ്ധിപ്പിക്കാനുള്ള ആധുനിക ഇഞ്ചക്ഷനുകൾക്ക് 10,000 ചെലവ് വരുമ്പോൾ പപ്പായ ഇലച്ചാറിന്റെ 10 ദിവസത്തെ കോഴ്സിന് വെറും 955 രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവരും പാലിയേറ്റീവ് ചികിത്സ തേടുന്നവരിലും ഇത് അതിവേഗം ഫലം ചെയ്യുന്നുണ്ട്. ഉയർന്ന വിലയുള്ള മരുന്നുകൾ വാങ്ങാൻ ശേഷിയില്ലാത്ത വികസ്വര രാജ്യങ്ങളിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ഈ കണ്ടെത്തൽ വലിയ അനുഗ്രഹമാകുമെന്ന് ടാറ്റ മെമ്മോറിയൽ സെന്റർ മെഡിക്കൽ ഓങ്കോളജി പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ വികാസ് ഓസ്തൽ വ്യക്തമാക്കുന്നു. പരമ്പരാഗതമായിട്ടുള്ള ഒരു ഔഷധത്തെ കൃത്യമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണെന്ന് ഡയറക്ടർ ഡോക്ടർ സുദീപ് ഗുപ്തയും കൂട്ടിച്ചേർത്തു. വില കൂടിയ വിദേശ മരുന്നുകളുടെ കുത്തകൾക്ക് വലിയൊരു തിരിച്ചടിയാവുകയാണ് ഇന്ത്യയുടെ ഈ അഭിമാന നേട്ടം. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ഈ ചികിത്സാ രീതി പരമ്പരാഗത ഇന്ത്യൻ വിജ്ഞാനത്തിന്റെയും ആധുനിക ശാസ്ത്രത്തിന്റെയും അപൂർവ സംഗമമായി ലോകമെങ്ങുമുള്ള ക്യാൻസർ രോഗികൾക്ക് പുതിയൊരു ജീവവായുവാണ് നൽകുന്നത്. വിശ്വസിച്ച മലയാളം.